നമ്മൾ ഈ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഈ ഒരു ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് യൂസ് ചെയ്യുന്നത്. അത് വേറെ ഒന്നല്ല, എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ അബ്രഹാം ഖുറൈശി എന്ന് പറയുന്ന ആ ഒരു നെക്സസിലത്തെ അബ്രഹാം ഖുറൈശി എന്ന് പറയുന്നത് ഒരാളാണോ അതോ രണ്ടാളാണോ? ഇത് ക്ലീശയായി പറഞ്ഞ് ഇബ്രാഹിം മമ്മൂട്ടിയൊക്കെ വരുന്നതുകൊണ്ട് മമ്മൂട്ടിയൊന്നും വന്നില്ല. സോ ഞാൻ പറഞ്ഞു വരുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെൻ ട്രയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോഡ് ആക്സിസ് അതൊരു ഗ്രൂപ്പ് ഓഫ് നെക്സ് ആണ്. അത് ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത് മൂന്നാളുകൾ ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3 കോണുകളുണ്ട്. ആ ഒരു 3 കോണുകളിലുള്ള ഒരു സംഭവം പോലെയാണ് ഇതിനെ ഷെൻ ട്രയാഡിനെ അവരതിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഷെൻ ട്രയാഡിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും നമ്മുടെ കബൂക്ക കാർട്ടിലും. ഇതേ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ചൈനയിലും ആഫ്രിക്കയിലുമായിട്ട് ഇവരുടെ മെയിൻ ആസ്ഥാനമുള്ളത്. കബൂക്ക നമ്മുടെ ആഫ്രിക്ക ഭാഗങ്ങളിലാണെങ്കിൽ നമ്മുടെ റിക്യൂനെ ഉപയോഗിച്ച് ഷെൻലോങ് ഷെങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചൈന ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നടത്തുന്നുണ്ടാവുക. അതായത് ചൈനയിലുള്ള ഡ്രഗ് കാർട്ടിൽസിനെയൊക്കെ അതിൻ്റെ ഒരു ഇതിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ ഷെൻലോങ് ഷെങ് ആയിരിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അടുത്ത കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ കണ്ട പോലെ, അതായത് ഷെൻ ട്രയാഡ് പോലെ നമ്മുടെ ഖുറൈശി അബ്രഹാം നെക്സസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ നെക്സസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സിനിമ കണ്ടിരുന്ന ഭൂരിഭാഗം ആൾക്കാർ ചിന്തിച്ചിരുന്നത് നമ്മുടെ ഖുറൈശി അബ്രഹാം ഗാങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഈ ലൂസിഫർ നെക്സസ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഈ ലൂസിഫർ നെക്സസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു നെക്സസ് ആണ്. അതായത് ഷെൻ ട്രയാഡിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ കബൂക്ക കാർട്ടിൽ. അതുപോലെ ലൂസിഫർ നെക്സസിൻ്റെ ഭാഗമാണ് ഖുറൈശി അബ്രഹാം സിൻഡിക്കേറ്റ്. ഈ ലൂസിഫർ നെക്സസിലത്തെ ഒരു വൈഡ് ലൈൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഷെൻ ട്രയാഡ് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ട്രയാങ്കിളിലിരിക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഖുറൈശി അബ്രഹാം എന്ന് പറയുന്നത്. അപ്പോഴും ഈ ഖുറൈശിയും അബ്രഹാമും ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഈ ഖുറൈശി അബ്രഹാം സിൻഡിക്കേറ്റിനെ ലീഡ് ചെയ്യുന്ന 2 ഹെഡുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം നമ്മുടെ അബ്രഹാമും പിന്നെ ഖുറൈശി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടാവാനുള്ള ചാൻസ്. ഇത് തികച്ചും എൻ്റെ മാത്രം തീരെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്ത സുഹൃത്തുക്കളിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കുക.